സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നതും കാലവർഷത്തെ സ്വാധീനിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്തു നിന്നും, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, ഒപ്പം AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. MG പ്രതീഷ് അവിടെ നിന്നും നൽകും കൂടുതൽ വിശദാംശങ്ങൾ. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മഴ സാഹചര്യം എന്താണ്? വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ചും 4 ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതായത് ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴയും അതിതീവ്രമായ മഴയും വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ ജില്ലകളിൽ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലേക്കും ഒപ്പം ഈ ഉള്ള യാത്രകൾ കുറയ്ക്കണം, നദീതീരങ്ങളിൽ ഇറങ്ങരുത്, നദീതീരങ്ങളിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരും. മലബാർ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ കൂടുതൽ ഉണ്ടായിരുന്നത്. അത് മാറി തെക്കൻ കേരളത്തിലേക്കും അതിതീവ്ര മഴ എത്തുന്നു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ തന്നെ പറയുന്ന കാര്യം. തീരമേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരുമാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. ജൂൺ 1 വരെ മത്സ്യബന്ധനത്തിന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ഈ തിരമാലകൾക്ക് ഈ 3.7 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് ഉടനൊന്നും തന്നെ ഒരു ശമനം ഉണ്ടാകില്ല എന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും ഈ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നതാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. ഈ സംസ്ഥാനത്തെ മഴക്കെടുതികൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ തന്നെ പ്രത്യേക കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാവിലെ മഴയില്ല. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രജിൻ, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. ഇനി കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അരുൺ പാറക്കലുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. മലയോര മേഖലയാണ്, മഴ തീവ്രമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. വിവരങ്ങൾ പറയൂ. കാസർഗോഡ് റെഡ് അലേർട്ടാണ്. കാസർഗോഡ് ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നഗരത്തിലൊന്നും കാര്യമായ മഴയില്ല. മലയോര മേഖലയിലും മഴ കുറവാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർകോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ പൂർണ്ണമായും സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 തെക്ക്, പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. മരങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം ഇന്നും നാളെയും പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ബീച്ചുകളിലും പ്രവേശനം വിലക്കി എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്.
മറ്റൊന്ന് മലയോര മേഖലകളിൽ രാത്രികാലങ്ങളിൽ യാത്ര പാടില്ല എന്നൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ജാഗ്രത വേണ്ടത്. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലൊക്കെ തന്നെ NDRF സംഘം ഇന്നലെ അവിടെ പരിശോധന നടത്തിയിരുന്നു. എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഡ്രൈനേജ് സിസ്റ്റം, അതായത് ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴ ഇന്നും നാളെയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും കൈക്കൊണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ക്രിസ്റ്റീന പ്രജിൻ. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ഇനി കണ്ണൂരിലേക്കാണ്. അവിടെയും ഇന്ന് റെഡ് അലേർട്ടാണ്. അരുൺ പൂപ്പറമ്പ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ മഴ സാഹചര്യം എന്താണ്? റെഡ് അലേർട്ടിന് സമാനമായ മഴ ഏതൊക്കെയിടങ്ങളിൽ പെയ്യുന്നുണ്ട്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശം അത് ഏതൊക്കെ മേഖലകളിൽ നൽകിയിട്ടുണ്ട്? മലയോര മേഖലയിലെ സാഹചര്യം എന്താണ്? പ്രജിൻ, ഇന്നലെ കണ്ണൂർ ജില്ലയിൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടെയാണ് വീണ്ടും മഴ ശക്തിപ്പെട്ടത്. ഇപ്പോൾ ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലെല്ലാം ഇടവിട്ട ശക്തമായ മഴയുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പെയ്ത ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റാണ് വിവിധയിടങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ വീശിയത്. അതേ തുടർന്നാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്. ഈ മലയോര മേഖലയിൽ പ്രത്യേകം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടെ ചെറുപുഴ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഈ മലയോര മേഖലയിൽ അവിടെ എന്തെങ്കിലും ഈ വെള്ളപ്പൊക്കം അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിലൊക്കെ അവിടെ പ്രാദേശിക സംവിധാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം, ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതുടൻ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ പ്രത്യേകം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകും. പുഴകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്നലെ മഴ മാറി നിന്നെങ്കിൽ പോലും ജലനിരപ്പ് താഴുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെയും ഇന്നുമായി എവിടെയും ഈ വ്യാപകമായിട്ടുള്ള കാര്യമായ നാശനഷ്ടങ്ങളൊന്നും എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പാൽച്ചുരം കണ്ണൂർ വയനാട് പാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പാൽച്ചുരത്തിലൂടെയുള്ള രാത്രികാല യാത്രകൾക്ക് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ അതിലൂടെ യാത്ര ചെയ്യരുത്. വീണ്ടും മണ്ണിടിച്ചിലും വലിയ കല്ലുകളൊക്കെ പാതയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. യാത്രക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ് ജില്ലാ കളക്ടർ എന്തായാലും പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അത് കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലായി അത്തരം പ്രശ്നങ്ങളുണ്ട്. ദേശീയപാതയുടെ ഓരത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളൊക്കെ ഉണ്ട്. അവിടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധനയുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്നുമൊക്കെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് എത്തി, പ്രത്യേകിച്ച് കുപ്പം ഉൾപ്പെടെയുള്ള മേഖലയിൽ നേരിട്ടെത്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. കുപ്പത്തുൾപ്പെടെ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ഇന്നലെ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ ശക്തിപ്പെട്ടാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഇടവിട്ട സമയങ്ങളിലാണ് മഴ പെയ്യുന്നത്. മഴ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് ജില്ലയിലുള്ളത്. ഇന്നലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു കണക്കനുസരിച്ച് മാർച്ച് 1 മുതലുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ള ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താലും കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ജില്ലാ ഭരണകൂടം ജില്ലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ AV ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ മലയോര മേഖല ഏറെയുണ്ട്. ഒപ്പം തന്നെ അവിടെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ?
ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ മുതൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണുള്ളത്. അതിനപ്പുറത്തേക്ക് വലിയൊരു മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ജില്ലയിൽ വലിയൊരു ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം പുലർത്തുന്നത്. കാരണം ഇന്നും നാളെയും റെഡ് അലേർട്ടും മറ്റന്നാൾ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയും ഒപ്പം തന്നെ വനമേഖലയും കൂടുതലുള്ള ജില്ലയിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മുൻകൂറായി ജില്ലാ ഭരണകൂടം കൂടുതൽ ജാഗ്രതാ നടപടികൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലയുടെ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്രകൾ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിടാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം എന്തായാലും എടുത്തിട്ടുണ്ട്. 1-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ ജില്ലയിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ വലിയ തോതിലുള്ള ഒരു മഴ മലയോര മേഖലയിലും വനത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ഏറെക്കുറെ ശാന്തമായൊരു അന്തരീക്ഷമാണ് ഉള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാവിലെയോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. അത്തരത്തിലുള്ള ജാഗ്രത പുലർത്തണം. ഈ നദീതീരങ്ങളിലും മറ്റും ഇറങ്ങുന്ന ആളുകൾ വലിയ കരുതൽ ഉണ്ടാകണം. അങ്ങനെ ഇറങ്ങുന്നത് ഒഴിവാക്കണം. ഒപ്പം തന്നെ നദികൾ മുറിച്ചു കിടക്കാനോ മറ്റു തരത്തിലുള്ള സാഹസങ്ങൾക്കോ തുനിയരുതെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രത പത്തനംതിട്ട ജില്ലയിലുണ്ട്. അത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും മഴ മൂലമുള്ള മറ്റു തരത്തിലുള്ള അപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറെക്കുറെ ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നിലവിലുള്ളത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, വിജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിലേക്ക് പോകുന്നതോടെ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇടുക്കിയിലെ മഴ സാഹചര്യം? ഈ ഹൈറേഞ്ചിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടേക്കുള്ള ഗതാഗത തടസ്സമാണ്. പല റോഡുകളും ആ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഗതാഗത യോഗ്യമല്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉണ്ട്. ശക്തമായ മഴയും കാറ്റും പല മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ സാഹചര്യം? നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. പക്ഷേ രാത്രിയിൽ അങ്ങനെ ആയിരുന്നില്ല. അതിശക്തമായ മഴയായിരുന്നു. മൂന്നാർ, അടിമാലി, വാളറ, നേര്യമംഗലം ഈ മേഖലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. കാരണം നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണം നടക്കുകയാണ്. അവിടെ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ട്. പലപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് രാത്രികാല യാത്ര നിരോധിച്ചിരുന്നു. ഇതിനിടയിലും മരം കടപുഴകി വീഴുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി രാവിലെ 7 മണി മുതൽ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തോട്ടം മേഖലയിൽ അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലിയിൽ ഒക്കെ ഏർപ്പെടുന്നവർ ഇന്ന് ജോലിക്ക് ഇറങ്ങാൻ പാടില്ല. നാളെയും അത് പാടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. തോട്ടം മേഖലയിൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തൊഴിലാളികളെ ജോലിക്ക് ഇറക്കുകയാണ് എങ്കിൽ തോട്ടം ഉടമയ്ക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് 5 ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 4 ദിവസം പെയ്ത മഴയിൽ വ്യാപകമായി നഷ്ടമുണ്ടായത് 50 വീടുകൾക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയിലും ശക്തമായ കാറ്റ് പല മേഖലയിലും വീശിയിട്ടുണ്ട്. മാത്രമല്ല ഈ വൈദ്യുതി ബന്ധം പല ഭാഗങ്ങളിലും താറുമാറായി കിടക്കുകയാണ്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ അല്പം സമയം വേണ്ടിവരുമെന്ന് KSEB പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മഴയ്ക്ക് ഇപ്പോൾ ഒരല്പം ശമനമുണ്ട് എങ്കിൽ കൂടിയും ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ച് പറയാനുള്ളത്. 2 ഡാമുകളും ഇടുക്കിയിൽ തുറന്നിരിക്കുകയാണ്, കല്ലാർകുട്ടിയും മലങ്കരയും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ വിശദാംശങ്ങൾ നൽകിയത്.